പശുവെന്ന് കേട്ടാലേ തൊഴുകൈയോടെ നിൽക്കുന്നവരാണ് സംഘപരിവാർ അനുകൂലികൾ. പശുക്കൾക്ക് മനുഷ്യരെക്കാൾ സ്ഥാനം കൊടുക്കുന്നവരാണ് BJP. ഇപ്പോഴിതാ പശുവിന്റെ പേരിൽ വരെ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണിവർ. നാടൻ പശുക്കൾക്ക് പുതിയ പേരിട്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. ഇനി മുതൽ നാടൻ പശുക്കൾ രാജ്യമാത, ഗോമാത ആയി അറിയപ്പെടുമെന്ന് സംസ്ഥാന കൃഷി, ക്ഷീരവികസന, മൃഗസംരക്ഷണ, മത്സ്യബന്ധന വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വേദകാലഘട്ടം മുതലുള്ള പശുക്കളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം. നാടൻ പശുക്കൾ കർഷകർക്ക് ഒരു അനുഗ്രഹമാണ് എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. അതിനാലാണ് അവയ്ക്ക് രാജ്യമാത പദവി നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. കൂടാതെ ഗോശാലകളിൽ നാടൻ പശുക്കളെ വളർത്തുന്നതിന് സർക്കാർ സഹായം നൽകുമെന്നും ഫട്നാവിസ് കൂട്ടിച്ചേർത്തു. നാടൻ പശുക്കളെ വളർത്തുന്നതിന് പ്രതിദിനം 50 രൂപയുടെ സബ്സിഡി പദ്ധതിക്കാണ് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ വരുമാനം കാരണം ഗോശാലകൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ് എന്നും അവരെ ശക്തിപ്പെടുത്താനാണ് ഈ തീരുമാനമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മഹാരാഷ്ട്ര ഗോസേവാ കമ്മീഷൻ ഓൺലൈനായാണ് പദ്ധതി നടപ്പാക്കുക. ഓരോ ജില്ലയിലും ജില്ലാ ഗോശാല വെരിഫിക്കേഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. 2019 നടത്തിയ 20ാമത് മൃഗ സെൻസസ് പ്രകാരം സംസ്ഥാനത്തെ നാടൻ പശുക്കളുടെ എണ്ണം 4,06,13,632 മാത്രമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനു മുൻപ് നടത്തിയ സെൻസസിനെ അപേക്ഷിച്ച് 20.69% കുറവാണിത്. അതേസമയം വേദകാലഘട്ടത്തിലെ പ്രാധാന്യത്തോടൊപ്പം മറ്റ് ഘടകങ്ങളും നാടൻ പശുക്കളെ രാജ്യമാതാവായി പരിഗണിക്കാൻ കാരണമായിട്ടുണ്ട്. മനുഷ്യപോഷണത്തിൽ നാടൻ പശുവിൻ പാലിന്റെ പ്രാധാന്യം, ആയുർവേദ, പഞ്ചഗവ്യ ചികിത്സ, ജൈവ കൃഷിയിൽ പശുവളത്തിന്റെ ഉപയോഗം എന്നിവയാണ് മറ്റ് ഘടകങ്ങളെന്നാണ് സംസ്ഥാന കൃഷി, ക്ഷീരവികസന, മൃഗസംരക്ഷണ, മത്സ്യബന്ധന വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അതിനിടെ ഈ തീരുമാനം ഇന്ത്യൻ സമൂഹത്തിൽ പശുവിന്റെ ആത്മീയവും ശാസ്ത്രീയവും ചരിത്രപരവുമായ പ്രാധാന്യമാണ് വെളിവാക്കുന്നത് എന്ന് അടിവരയിടുന്നതായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ സാംസ്കാരിക ഭൂപ്രകൃതിയിൽ പശുക്കൾ വഹിക്കുന്ന പങ്കാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഗോകർഷകരെയും ഹിന്ദുത്വവാദികളെയും അനുനയിപ്പിക്കുന്ന തീരുമാനം വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഗോകർഷകർക്ക് ഒരുപക്ഷെ ഈ നിയമങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാവുമെന്നതിലും സംശയം വേണ്ട. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ കാളവാല് പോക്കുന്നത് എന്തിനാണെന്ന് ജനങ്ങൾക്ക് ഇന്ന് നന്നായിട്ടറിയാം. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നിരവധി വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ തകർക്കാൻ BJP രഹസ്യ നീക്കങ്ങൾ ശക്തമാക്കിയതായി ആരോപിച്ച് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷാക്കെതിരെയാണ് ഉദ്ധവ് താക്കറെ ആരോപണങ്ങളുടെ മുന നീട്ടുന്നത്. 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഉദ്ധവിന്റെ ഈ ആക്ഷേപം. തന്നെയും NCP നേതാവ് ശരത് പവാറിനെയും ലക്ഷ്യമിട്ട് അമിത്ഷായുടെ നേതൃത്വത്തിൽ രഹസ്യയോഗം നടന്നിരുന്നതായി ഉദ്ധവ് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങളാണ് തന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടതെന്നും BJP അല്ലെന്നും ഉദ്ധവ് നിലപാടറിയിച്ചു. സംസ്ഥാനത്ത് കോൺഗ്രസും ഉദ്ധവിന്റെ നേതൃത്വത്തിലുള്ള ശിവസേനയും ഒപ്പം ശരത് പവാറിന്റെ NCPയും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി സഖ്യമാണ് മത്സര രംഗത്തുള്ളത്. അടുത്തിടെ നാഗ്പൂരിലെത്തിയ അമിത്ഷാ അവിടെയൊരു രഹസ്യയോഗം സംഘടിപ്പിച്ചുവെന്നും ആരോപണമുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടാനും അവരെ പിളർത്താനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് ഈ രഹസ്യയോഗത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് ഉദ്ധവ് ആരോപിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അധികാരത്തെ മാത്രം സംബന്ധിച്ചുള്ളതല്ലെന്നും മഹാരാഷ്ട്രയെ കൊള്ളയിൽ നിന്ന് രക്ഷിക്കാൻ കൂടിയുള്ളതാണെന്നും ഉദ്ധവ് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ശിവസേന ഉൾപ്പെടുന്ന MVA സഖ്യത്തിന് സംസ്ഥാനത്ത് വലിയ വിജയം നേടിത്തരണമെന്നാണ് ഉദ്ധവ് ആവശ്യപ്പെടുന്നത്. അതിനിടയിലാണ് BJP സാധാരണക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പശു വിഷയവുമായി എത്തിയിരിക്കുന്നത്.